നമസ്കാരം. ഡോക്ടർമാരെയും ആശുപത്രികളെയും ദൈവത്തിന്റെ കൈകൾ എന്ന് വിശേഷിപ്പിക്കുന്നവരാണ് നാം മനുഷ്യർ. ദൈവം ജീവൻ നൽകുന്നതും ജീവനെ സംരക്ഷിക്കുന്നതും ഡോക്ടർമാരുടെ കൈകളിലൂടെ തന്നെയാണ് എന്നതാണ് നാം ഓരോരുത്തരുടെയും പ്രതീക്ഷയും വിശ്വാസവും. പക്ഷെ അത്തരം ആതുരാലയങ്ങൾ പോലും ചിലപ്പോഴൊക്കെ ശവപ്പറമ്പായി മാറാറുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. എത്ര കേസുകളാണ് ആതുരാലയങ്ങളുടെ മനസാക്ഷിയില്ലായ്മയെ പറ്റി കേരളം കേട്ട് തരിച്ചിരുന്നു പോയത്. ജീവനുള്ളവരുടെ ജീവൻ എടുത്തും പണമില്ലാത്തവന്റെ പേരിൽ ചികിത്സ നിഷേധിച്ചും പണമുള്ളവനെ ചത്തിട്ടും ചത്തില്ല എന്ന് പറഞ്ഞു പറ്റിച്ചും അങ്ങനെ ആശുപത്രികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൊള്ളയ്ക്കും കൊള്ളരുതായ്മയ്ക്കും അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ഇപ്പോൾ കേരള ഹൈക്കോടതി പുറത്തിറക്കിയ അത്യന്തം ചരിത്രപരവും മനുഷ്യത്വമുള്ളതുമായ വിധി ആരോഗ്യ മേഖലയിലെ അനീതികൾക്കും സ്വകാര്യ ആശുപത്രികളുടെ ലാഭലഹരിക്കും ശക്തമായ അടിയായിരിക്കുകയാണ്. അടിയന്തര ചികിത്സയ്ക്ക് പണം ആവശ്യപ്പെടാനാകില്ല. മുൻകൂർ തുക നൽകാത്തതിന്റെ പേരിൽ ഒരു ജീവനും വാതിൽക്കൽ തടഞ്ഞു വെക്കാനാവില്ല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യ അവകാശത്തെ ഒരു പുതിയ ഉയരത്തിലേക്ക് ഉയർത്തുന്ന ഈ വിധി പല വർഷങ്ങളായി സാധാരണക്കാരുടെ നെഞ്ചിലേറ്റിയ പീഡനത്തിനുള്ള ശക്തമായ മറുപടി കൂടിയാണ്. കേരളം ആരോഗ്യ മേഖലയിൽ മുന്നേറ്റം പുലർത്തുന്ന സംസ്ഥാനമാണെന്ന് പലപ്പോഴും നാം അഭിമാനത്തോടെ പറയാറുണ്ട്. പക്ഷെ അതിന്റെ മറുവശത്ത്, പ്രത്യേകിച്ച് സ്വകാര്യ ആശുപത്രികളിൽ അടിയന്തരാവസ്ഥയിലുള്ള രോഗികളെ പോലും പണം കൊണ്ടുവരൂ, അഡ്വാൻസ് ക്യാഷ് ഇല്ലെങ്കിൽ പ്രവേശനം സാധ്യമല്ല എന്നീ ക്രൂരമായ വാക്കുകളിൽ മുറിവേൽപ്പിച്ചു ജീവനോടെ കൊല്ലാക്കൊല ചെയ്യാറുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ വില ഒരു ബില്ലിന്റെ തുകയായി ചുരുക്കപ്പെട്ട ഈ അവസ്ഥ ആരോഗ്യ രംഗത്തോടുള്ള ജനവിശ്വാസം തകർക്കുന്ന തരത്തിലായിരുന്നു. ഇതിനെതിരായി ഒരാൾ കോടതിയുടെ വാതിലിൽ മുട്ടിയപ്പോൾ അതിനെ വ്യക്തമായ മാനവികത കാഴ്ചപ്പാടോടെയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. കോടതി വ്യക്തമായി പറഞ്ഞത് ഇതാണ്: ജീവൻ പണത്തെക്കാൾ മൂല്യമുള്ളതാണ് എന്ന്. ഒരു വ്യക്തി മരണത്തിന്റെ വക്കിൽ കിടക്കുമ്പോൾ ആശുപത്രിയുടെ ഉത്തരവാദിത്വം ചികിത്സയാണ്, ബില്ലല്ല. സാമ്പത്തിക കാര്യങ്ങൾ പിന്നീട് തീർപ്പാക്കിയാൽ മതി. ഇതൊരു നിയമനിർദ്ദേശം മാത്രമല്ല, ഒരു സംസ്കാരപരമായ മനുഷ്യത്വപരമായ പ്രസ്താവനയാണ് എന്ന് വേണം വിലയിരുത്താൻ. മനുഷ്യനെയാണ് ആദ്യം രക്ഷിക്കേണ്ടത്, അല്ലാതെ ആശുപത്രികൾ അറവുശാലകളല്ല എന്ന് ഓർമ്മ വേണം. മുൻപ് പല വാർത്തകളിലും നാം കണ്ടിട്ടുണ്ട്, ആംബുലൻസിൽ കൊണ്ടുവന്ന രോഗിയെ ആശുപത്രികൾ വാതിൽക്കൽ തടഞ്ഞു വെക്കുന്നു. ക്യാഷ്ലെസ് സൗകര്യം ഇപ്പോൾ ലഭ്യമല്ല, ഇൻഷുറൻസ് അംഗീകരണം ഇല്ല, അഡ്വാൻസ് അടയ്ക്കുക. ഈ വാക്കുകൾ പല കുടുംബങ്ങളുടെയും ജീവിതം തകർത്തിട്ടുണ്ട്. ചികിത്സ ലഭിക്കാതെ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഓരോ സംഭവവും അസമത്വത്തിന്റെ ഏറ്റവും വികൃതമായ മുഖമാണ്. അതിനെ ഇനി നിയമപരമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ വിധി വന്നതോടെ മനുഷ്യ ജീവിതത്തിനുമേൽ പണം ചവിട്ടിക്കയറിയിരുന്ന അനാചാരങ്ങൾക്ക് ശക്തമായ നിലപാടാണ് കോടതി പ്രകടിപ്പിച്ചത്. ആരോഗ്യ വ്യവസ്ഥ ഒരു സേവന രംഗമാണ്, ലാഭ വ്യവസായമല്ല. പ്രത്യേകിച്ച് എമർജൻസി കെയർ അത് മനുഷ്യാവകാശമാണ്. അത് കച്ചവടമാക്കാൻ പാടില്ല. ആരോഗ്യരംഗത്തെ ഓരോ സ്ഥാപനവും ലാഭകരമായി പ്രവർത്തിക്കണമെങ്കിലും അടിസ്ഥാനമായ ജീവൻ രക്ഷാ പ്രവർത്തനം ഒരിക്കലും വ്യാപാരത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാകരുത്. ഇതാണ് കോടതി പറഞ്ഞു തന്ന ഏറ്റവും വലിയ സന്ദേശം. അത് കേൾക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ. 2018 സംസ്ഥാന സർക്കാർ പാസാക്കിയ നിയമം നേരത്തെ സിംഗിൾ ബെഞ്ച് ശരിവെച്ചിരുന്നു. ഓരോ രോഗത്തിന്റെയും ചികിത്സാ നിരക്കടക്കം പ്രസിദ്ധീകരിക്കണമെന്നതടക്കമുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്തതായിരുന്നു അപ്പീൽ. എന്നാൽ ഈ നിയമം ഭരണഘടനാപരമാണെന്നും ഇടപെടാൻ കാരണമില്ല എന്നും കോടതി വ്യക്തമാക്കി. സർക്കാർ ആശുപത്രികൾക്കുൾപ്പെടെ നിയമം ബാധകമാണ്. ഇനി മുതൽ റിസപ്ഷൻ അല്ലെങ്കിൽ അഡ്മിഷൻ ഏരിയ, വെബ്സൈറ്റ് എന്നിവിടങ്ങളിൽ ചികിത്സാ നിരക്ക് പ്രസിദ്ധീകരിക്കണം. സേവനങ്ങൾ എന്തൊക്കെ, ഓരോ രോഗത്തിനും അടിസ്ഥാന ചികിത്സയ്ക്കായി ചെലവാകുന്ന തുക എത്ര, ആശുപത്രിയിലെ സൗകര്യങ്ങൾ എന്തെല്ലാം അടക്കമുള്ള വിവരങ്ങളും നൽകണം. ഡിസ്ചാർജ് സമയത്ത് ചികിത്സാ സംബന്ധമായ എല്ലാ രേഖകളും കൈമാറണം. ചികിത്സാ രേഖകൾ അടക്കം ലഭിക്കാനുള്ള രോഗികളുടെ അവകാശങ്ങൾ, പരാതി ഉന്നയിക്കേണ്ട ഓഫീസറുടെ ഫോൺ നമ്പർ, DMO അടക്കമുള്ളവരെ ബന്ധപ്പെടാനുള്ള നമ്പർ എന്നിവ നൽകണം. ചികിത്സാ നിരക്കിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം എന്നീ നിയമങ്ങൾ ഇനി കർശനമാകും. ഈ വിധിയുടെ മറ്റൊരു വലിയ ഗുണം ആശുപത്രികളുടെ ഉത്തരവാദിത്വ ബോധം വർദ്ധിക്കുമെന്നുള്ളതാണ്. ഇനി മുതൽ ഒരു ആശുപത്രിക്കും പണം കൊടുക്കാതെ രോഗിയെ സ്വീകരിക്കാനാവില്ല എന്ന വ്യാജ കാരണം മറയാക്കാൻ പറ്റില്ല. ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് പിന്മാറിയാൽ അത് നിയമ ലംഘനം മാത്രമല്ല, അത് മനുഷ്യാവകാശ ലംഘനം കൂടിയാവുകയാണ്. ഇതോടെ ആശുപത്രികളുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിധി സാധാരണക്കാരുടെ മനസ്സിൽ ഭീതി ഇല്ലാതാക്കുകയാണെന്നതാണ്. അടിയന്തര സമയത്ത് ആരും ആദ്യം ഓർക്കേണ്ടത് ചികിത്സയാണ്, പണമല്ല.
എന്നാൽ ഇതുവരെ പലരും അടിയന്തരാവസ്ഥയിൽ പോകേണ്ട ആശുപത്രി തിരഞ്ഞെടുക്കുമ്പോൾ എത്ര പണം വേണ്ടിവരുമെന്ന ഭയത്തോടെയാണ് കാര്യങ്ങൾ നീക്കിയത്. ഇത്തരം ഭയം ജനങ്ങളെ തകർത്തിരുന്നു. ഇനി ഈ വിധിയോടെ അത്തരമൊരു ഭയത്തിന് സ്ഥലമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. രോഗിയെ ചികിത്സ നൽകിയതിനു ശേഷം ആശുപത്രി ആവശ്യമായ രേഖകളെ അടിസ്ഥാനപ്പെടുത്തി പണം ഈടാക്കാം. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് പോകാം. ഇതൊന്നും പ്രശ്നമല്ല. പക്ഷേ ജീവൻ രക്ഷിക്കേണ്ട ആദ്യ നിമിഷത്തിൽ പണം തടസ്സമാകരുത്. ഇത് നിയമപരമായി പറഞ്ഞു തന്നതിലൂടെ ആരോഗ്യ രംഗത്തെ മനുഷ്യവില മറന്നിരുന്ന ക്രൂരമായ സമീപനം അവസാനിപ്പിക്കുകയാണ് കോടതി. കൂടാതെ സർക്കാർ സംവിധാനങ്ങൾക്കും ഈ വിധി ഒരു മുന്നറിയിപ്പാണ്. അടിയന്തര ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും പ്രൈവറ്റ് ഡോക്ടേഴ്സിനെ നിരീക്ഷിക്കണമെന്നും സംസ്ഥാനത്തെ ആരോഗ്യ അതോറിറ്റികൾക്ക് പുതിയ മാർഗരേഖകൾ തയ്യാറാക്കുകയും സ്വകാര്യ ആശുപത്രികൾ ഈ നിയമം കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷണം ശക്തമാക്കുകയും വേണമെന്ന കർശന നിർദ്ദേശവും കോടതി നടത്തിയിട്ടുണ്ട്. ഈ വിധി കേരളത്തിന്റെ കേവലം ഒരു നിയമനിർണയം മാത്രമല്ല, മനുഷ്യ ജീവിതത്തെ കച്ചവടമായി കണ്ടിരുന്ന സംസ്കാരത്തിന്റെ മേലുള്ള ശക്തമായ പ്രഹരം കൂടിയാണ്. ആശുപത്രികൾ രോഗികളെ ആദ്യം മനുഷ്യനായി കാണേണ്ടതുണ്ട്. ആശുപത്രികൾ അറവുശാലകളല്ല എന്നും ചികിത്സ തേടിയെത്തുന്ന രോഗികൾ അറവുമാടുകളല്ല എന്നും ഇനി ലാഭം മാത്രം ലക്ഷ്യം വെച്ച് ആശുപത്രി കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്ന അധികാരികൾ ഓർക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ചു ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച